പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചില ഉറപ്പായ ചോദ്യോത്തരങ്ങൾ പഠിക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആരുടെ ഓർമ്മയ്ക്കാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കർ നയിച്ച ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏത്? ഉത്തരം ക്രൂപ്സ്കായ അവാർഡ്. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥാലോകം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചതാര്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. 1891 എം.ടി. വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1958. ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം നഷ്ടബോധങ്ങളില്ലാതെ. ഹരിപ്രസാദ് ചൗരസ്യ ഏതു സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയിരുന്നത്? ഉത്തരം ഓടക്കുഴൽ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല. എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതാര്? ഉത്തരം സ്വാതി തിരുനാൾ. ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം? ഉത്തരം പുറക്കാട് കടപ്പുറം. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷൻ്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം വായിച്ചു വളരുക. കേരളത്തിലെ ജനകീയ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. കേരളത്തിൽ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്? ഉത്തരം 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിൽ. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ലൈബ്രറി ഏത്? ഉത്തരം പാർലമെന്റ് ലൈബ്രറി. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപവൽക്കരിച്ചത് ആര്? ഉത്തരം പി.എൻ. പണിക്കർ. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂരിലെ തുഞ്ചൻ പറമ്പ്. മലപ്പുറം ജില്ലയിലാണ് തിരൂർ തുഞ്ചൻ പറമ്പ് എന്ന ഈയൊരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയുടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ബൈ.